ആരെയും കാണുന്നില്ലല്ലോ. കുറുപ്പ് എവിടെ? കുറുപ്പേ, സാർ, ആരാ കോളിംഗ് ബെല്ലടിച്ചേ? ആരും ബെല്ലടിച്ചില്ലല്ലോ. ആരും ബെല്ലടിച്ചില്ലെന്ന്? കോളിംഗ് ബെല്ല് കേട്ടാ ഈ നിൽക്കുന്ന എല്ലാരും വന്നേ. ആ അതെ, മുറി കിടക്കുന്ന ഞങ്ങളും കേട്ടല്ലോ ബെല്ലടിക്കുന്നത്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാ ഞങ്ങളെല്ലാം വന്നത്. ഇല്ല സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരും കോളിംഗ് ബെല്ല് അടിച്ചിട്ടില്ല. ഓ, ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് തനിയെ ബെല്ല് കേൾക്കുന്നുണ്ട്. ആ ഇലക്ട്രീഷ്യനോട് വന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ശരി, നാളെ തന്നെ അയാളെ വിളിച്ചോണ്ടൊന്ന് ശരിയാക്കണം. ശരി സാർ. പോവല്ലേ? ഇയാൾക്ക് കാതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടോ? എന്താ ആന്റി അത് രാവിലെ മുഖത്തെന്താ ഒരു ടെൻഷൻ ഉള്ളതുപോലെ? പ്രിയങ്ക, തമാശ കളിക്കണോ? ഭയം ആന്റിയുടെ മനസ്സിനെ പിടിമുറുക്കി കഴിഞ്ഞു. ഇന്നലെ ഒരു പോള കണ്ണടച്ചില്ല ഞാൻ, അറിയോ നിനക്ക്? അഖില എവിടെ? ഒളിവിൽ പാർപ്പിച്ചിരുന്ന സ്ഥലത്ത് പോലും അഖിലയെ സൂക്ഷിക്കാൻ കഴിവില്ലാത്തവളാ നീ. ആന്റി, രാത്രി നേരത്ത് അവിടെ കയറി വന്ന് കോളിംഗ് ബെൽ മുഴക്കിയ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എവിടെയെന്ന് ചോദിച്ചത് കേട്ടില്ലേ? അഖില എവിടെ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി രക്ഷപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും. അതിന് കൃത്യമായി ഉത്തരം തരാൻ പറ്റുന്നതേ എനിക്കല്ല. കുറുപ്പേട്ടാ, കുറുപ്പ്? അതെ, കുറുപ്പേട്ട്. ഞാൻ തൃച്ചംബരത്ത് ഉണ്ടായിരുന്നപ്പോഴേ ഉള്ള പരിചയം. അതേതായാലും വെറുതെ ആയില്ലല്ലോ. എന്താ സംഭവിച്ചെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് കുറുപ്പേട്ട.
ആരാ? മാഡം, കുറുപ്പേ, എന്നിട്ട് അഖിലാണ്ടേശ്വരി ഇപ്പൊ എവിടെയുണ്ട്? ആന്റി താമസിക്കുന്ന അതേ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ അഖിലയുണ്ട്. അത് അപകടം. എത്രയും വേഗം അഖിലെ അവിടുന്ന് മാറ്റണം. അതിനു മുൻപ് തൃച്ചംബരത്ത് പിറക്കാനിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾക്കും ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ യാത്രാമൊഴി ചൊല്ലണം. ഇപ്പോഴേ അബോധാവസ്ഥയിൽ ആ മുറിയിൽ കിടക്കുന്ന അഖിലയ്ക്ക് യാത്രാമൊഴി ചൊല്ലേണ്ടി വരുമെന്നാ എന്റെ സംശയം. അയ്യോ, ആശയില്ലല്ലോ. ഇത് തുറക്കില്ലേ?
യെസ് 10.68 crores. ആ അതെ, അരിയർ കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞതാണല്ലോ. പിന്നെന്തിനാണ് അതിലിപ്പോ ഒരു സംശയം? ആ സാലറി ഒക്കെ അതിന്റെ മുറയ്ക്ക് നടന്നോളും. ആ അരിയറും സാലറിയും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ദേ, ഞാൻ ഓഫീസിലെത്തുമ്പോ അരിയർ എമൗണ്ടിന്റെ ഫയൽ എന്റെ മുന്നിൽ ഉണ്ടാവണം. ഓക്കെ? ആ ഓക്കെ. അരവിന്ദ്. നീ അമ്മയെ കണ്ടില്ലേ? ഇല്ല അരവിന്ദ്, ആന്റി മുറിയിലില്ല. നീയേ ആ ടെറസിലും നോക്കായിരുന്നില്ലേ? ഞാൻ നോക്കി, ആന്റി അവിടെയും ഇല്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇല്ല, ഔട്ട് ഓഫ് കവറേജാ പറയുന്നത്. അമ്മ എവിടെ പോയി? അരവിന്ദ്, ദേ ആന്റി വന്നു. അമ്മ അമ്മ ഇതെവിടെ പോയിരുന്നു? എന്താ കാര്യം? അതമ്മ ഒരു ചെക്ക് ഒപ്പിടണ്ടായിരുന്നു 10 ലക്ഷത്തിന്റെ. അത് സേഠിക്ക് അയച്ചു കൊടുക്കാനുള്ളതായിരുന്നു. അതിനെന്താ, തരാലോ. ആ നീ ആ യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ മെയിലിന് മറുപടി വെച്ചിരുന്നോ? അയ്യോ ഇല്ല, അവരുടെ എഗ്രിമെന്റില് എനിക്ക് ക്ലിയർ ആവാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ആന്റിയോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടാവാന്ന് കരുതി. എന്തായാലും വേഗം ആയിക്കോട്ടെ. ഈ നിരന്തരമുള്ള ചെക്കൊപ്പിടി എനിക്ക് നേരെയുള്ള സംശയമാണെന്ന് അറിയാഞ്ഞിട്ടല്ല. ചെക്ക്. ആ പിന്നെ ആന്റി, യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ എഗ്രിമെന്റില് എനിക്ക് ചില ക്ലാരിഫിക്കേഷൻസ് വേണമായിരുന്നു. അതിനെന്താ, ഞാൻ ഓഫീസിൽ വന്നിട്ട് നോക്കി പറയാം. ആ ശരി. അയ്യോ മാം, സോറി, ഈ അക്കൗണ്ട് അല്ല, ഓടി അക്കൗണ്ടുള്ള ബാങ്കിന്റെ ചെക്ക് വേണം കൊടുക്കാൻ. അല്ല അമ്മ, ഇപ്പൊ ആ ചെക്ക് ബുക്ക് എടുക്കാൻ റൂമിലേക്ക് പോണ്ട. അല്ല, ചെക്ക് ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ഒപ്പിട്ട് തന്നാ മതി. എന്താ വൈകണ്ട, ചെല്ല്. എവിടെ 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 എവിടെ? പോവാല്ലേ? പോവാം. നീ നിരത്തുന്ന ന്യായീകരണങ്ങളല്ല സുബ്രു എന്റെ മുമ്പിലുള്ളത്. എന്റെ സംശയങ്ങൾ സാധാരണ സംശയങ്ങളല്ല. ഇവിടെ ഉള്ളത് എന്റെ അമ്മയാണെന്ന് എന്തോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ പറയുന്ന ഒന്നും അല്ല അതിന്റെ ശരി.
നീ ഫോൺ വെക്ക്. വെറുതെ നമ്മൾ തമ്മിൽ തർക്കിച്ച് പിണങ്ങണ്ട. ബ്രോ, ഞങ്ങള് കമ്പനിയിലേക്ക് ഇറങ്ങാം. നമ്മൾ വെറുതെ സംശയിക്കുന്നത് ആനന്ദ്, അത് അഖിലാന്റി തന്നെയാ. ഒപ്പിന്റെ കാര്യത്തിലായിരുന്നല്ലോ നമുക്ക് സംശയം. ഒപ്പെല്ലാം സെയിമാ. ദേ, ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാ മൂപ്പിട്ട് തന്നെ. എന്തിനാ കുഞ്ഞിതൊക്കെ ചെയ്യുന്നത്? ആ സുജാതയൊന്നും വന്നില്ലേ? അവര് ഒരു കല്യാണത്തിന് പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് ശരിയല്ലല്ലോ കുഞ്ഞെ, ഒരാളെങ്കിലും ഇവിടെ വേണ്ടേ? സാരല്ലേ കുറുപ്പേട്ട, ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും. അല്ല, കുറുപ്പേട്ട കഴിച്ചായിരുന്നോ? ഇല്ല. കുറുപ്പേട്ടാ, എന്താ കുഞ്ഞെ? മുകളില് തുറക്കാതെ കിടക്കുന്നൊരു മുറിയില്ലേ, അതിന്റെ താക്കോൽ എനിക്കും തരുമോ? അതിപ്പോ എവിടെയാണെന്ന് അറിയില്ലല്ലോ കുഞ്ഞെ. നോക്കിയെടുക്കണം. നോക്കിയെടുത്താൽ ഉടനെ ഞാൻ കുഞ്ഞിന്റെ കൈ കൊണ്ട് തരാം. ശരി. ബ്രോ എന്താ ആലോചിക്കുന്നത്? ഒപ്പില് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ബ്രോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ബ്രോയുടെ സംശയങ്ങളൊക്കെ വെറുതെ. ഒരർത്ഥത്തില് നമ്മൾ അമ്മയോട് കാണിക്കുന്ന തെറ്റല്ലേ ബ്രോ? ഒന്നില്ലെങ്കിലും അമ്മ ബ്രോയെ തിരിച്ചു വിളിച്ചെന്നെ നന്ദിയിലും കാണിക്കണ്ടേ? പാവം അങ്കിളായിരിക്കും ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ. ആ മനുഷ്യനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ. THERE, ദയ. ഇത് അമ്മയുടെ കൈയക്ഷരമാണല്ലോ. എവിടെ നോട്ടെ? I am not there. ഞാൻ അവിടെ ഇല്ല.